നിങ്ങളെവിടെയാണോ പ്രാർത്ഥിച്ചത് അവിടെ തന്നെ നിങ്ങളൊരു മറുപടി കാണും. നിങ്ങളെവിടെ ഇരുന്നാണോ കരഞ്ഞത് അവിടെ തന്നെ നിങ്ങളുടെ മറുപടി നിങ്ങൾ കാണും. നിങ്ങളെവിടെയാണോ ഞെരങ്ങിയത് അവിടെ തന്നെ ദൈവം നിങ്ങൾക്കൊരു വിശാലത തരും. തിരുവെഴുത്തുകൾ പരിശോധിച്ചാൽ ഹന്ന എന്ന സഹോദരി ഒരു തലമുറയെ ആഗ്രഹിച്ച് ആണ്ടുതോറും ആലയത്തിൽ വന്ന് പ്രാർത്ഥിക്കുന്ന ഒരു പതിവുണ്ടായിരുന്നു. അവളുടെ ഭാരം മുഴുവൻ അവൾ ഇറക്കി വെച്ചത് ആലയത്തിലാണ്. അവൾ കണ്ണുനീരോടെ പ്രാർത്ഥിച്ചത് ആലയത്തിലാണ്. ചില വർഷങ്ങൾ അവൾക്കങ്ങനെ പ്രാർത്ഥിക്കേണ്ടി വന്നു. ചില വർഷങ്ങൾ